എറണാകുളം ജില്ലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മധ്യമേഖലാ ജാഥ പര്യടനം തുടരുന്നത്. ഇന്ന് എറണാകുളത്തെ പര്യടനം പൂർത്തിയാക്കുമ്പോൾ തിയോഫിൻ കൂടെ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. പറയൂ മധ്യമേഖലാ ജാഥയുടെ വിശേഷങ്ങൾ. വിനീഷ, ഗുഡ് മോർണിംഗ്. മധ്യമേഖലാ ജാഥ എൽ ഡി എഫിൻ്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ക്യാപ്റ്റനായിട്ടുള്ള ജാഥ ഇന്ന് സമാപിക്കുകയാണ്. കൊച്ചിയിലാണ് സമാപനം. കലൂർ സ്റ്റേഡിയത്തിൽ സ്വീകരണം നടക്കും വൈകിട്ട്. ആ സ്വീകരണ ചടങ്ങോടുകൂടി ജാഥ അവസാനിക്കുകയാണ്. ഈ കലൂരിൽ സ്വീകരണം ഒരുക്കുന്നത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെയും എറണാകുളം നിയോജക മണ്ഡലത്തിലെയും കമ്മിറ്റികൾ സംയുക്തമായാണ്. ഒപ്പം ഇന്ന് രാവിലെ മുഖാമുഖം പരിപാടിയുണ്ട്. ഇന്നലെ വൈകിട്ട് വൈപ്പിൻ മണ്ഡലത്തിലെ ചെറായിലാണ് ജാഥ സമാപിച്ചത്. അവസാന സ്വീകരണം അവിടെയായിരുന്നു. അവിടെ ഇന്ന് രാവിലെ മുഖാമുഖം പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ കാണും അദ്ദേഹം. അതിനുശേഷം റാലി ഈ ജാഥ കൊച്ചി മണ്ഡലത്തിലേക്ക് പോകും. കൊച്ചി മണ്ഡലത്തിലെ തോപ്പുംപടിയിലാണ് സ്വീകരണം. ഉച്ച കഴിഞ്ഞ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ കുണ്ടന്നൂരിൽ സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ കളമശ്ശേരി മണ്ഡലമാണ്, പത്തടിപ്പാലത്താണ് സ്വീകരണം. ഏറ്റവും ഒടുവിലാണ് സമാപന ചടങ്ങ്. അത് കലൂർ സ്റ്റേഡിയത്തിലാണ്. എറണാകുളം തൃക്കാക്കര മണ്ഡലം കമ്മിറ്റികൾ ഒരുക്കുന്നു. 10-ാം തീയതിയാണ് ജാഥ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചത്. കോതമംഗലത്തെത്തി. അതിനുശേഷം പിറവം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ കുന്നത്തുനാട് മണ്ഡലങ്ങളിലൊക്കെ പര്യടനം നടത്തിയിരുന്നു. 12-ാം തീയതി ജാഥ പണിമുടക്കായതുകൊണ്ട് അന്ന് ജാഥയ്ക്ക് ഒരു ബ്രേക്കായിരുന്നു. ഇന്നലെ വീണ്ടും പര്യടനം. ഇന്നലെ പറവൂർ, അങ്കമാലി, ആലുവ മണ്ഡലങ്ങളിലൊക്കെ പര്യടനം നടത്തിയ ശേഷമാണ് ഇന്നലെ വൈപ്പിനിൽ സമാപിച്ചത്. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ സ്വീകരണ ചടങ്ങോടുകൂടി മധ്യമേഖലാ ജാഥയ്ക്ക് സമാപനമാവുകയാണ്.